പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലാണ് അച്ചടക്ക നടപടിയിലേക്ക് നയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി ജയരാജൻ സമ്മതിച്ചത് സിപിഐഎമ്മിനെ പ്രതിരോധത്തിലാക്കി. മുഖ്യമന്ത്രി അന്ന് തന്നെ ഇ പി ജയരാജനെ തള്ളിയതും ശ്രദ്ധേയമായിരുന്നു. എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു പിന്നാലെ പാർട്ടി പരിപാടികളോട് നിസ്സഹകരിച്ചതും ഇ പി ജയരാജന് തിരിച്ചടിയായി. അന്നത്തെ പ്രതികരണങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോയി വരാം. ഇ പി ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നുകൊണ്ടു അന്ന് വണ്ടി കയറിയതെന്നല്ല ഇഷ്യൂ. അപ്പൊ പിണറായി വിജയന്റെ സംരക്ഷകനായുള്ള ഡിസ്കഷനാണ് ഇ പി ജയരാജൻ വന്നത്. അല്ലാണ്ട് ഇ പി ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ BJP പോവാൻ? ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേ കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. എല്ലാവരുമായും നല്ല സുഹൃത്ബന്ധം വെക്കുന്ന ഒരാളാണ് ജയരാജൻ. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. No, I think so much you have written about it. I don't know. In politics we meet many people, many politicians, many social workers, many good scientists, many various walks of life. And that's normal. Nothing else.